നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ വൈകിപ്പിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുന്നത് എന്തിനാണെന്ന് ഹൈക്കോടതി. വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന് രണ്ടാം പ്രതി മാർട്ടിൻ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു കോടതിയുടെ ചോദ്യം. ചാക്കിലെ പൂച്ച പുറത്തു ചാടിയിരിക്കുകയാണെന്ന് പറഞ്ഞ കോടതി പ്രതിയുടെ ആവശ്യം തള്ളി. ഇപ്പോൾ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, കോടതിയുടെ വിമർശനം ഇക്കാര്യത്തിൽ എന്താണ്? ഇന്നലെ തന്നെയാണ് കോടതി പറഞ്ഞത്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്, 6 മാസത്തിനകം ഈ കേസിന്റെ വിചാരണ പൂർത്തിയാക്കണം എന്ന നിലയിൽ. ഇന്ന് കുറെ കൂടി കർക്കശമായി ഈ കേസിൽ ആ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയായിരുന്നു കോടതി. നടിയെ ആക്രമിച്ച കേസിൽ ഓരോ നടപടിക്രമങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് ഈ കേസിലെ പ്രതികൾ ഓരോരുത്തരും കോടതിയെ സമീപിക്കുന്നുണ്ട്. ഇത് തുടർച്ചയായിട്ട് ഈ കേസിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ കാലതാമസവും വരുന്നുണ്ട്. ഇക്കാര്യം പല പ്രാവശ്യം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇതിലെ മറ്റു പ്രതിയായ മാർട്ടിൻ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന ഉത്തരവ് പിൻവലിക്കണമെന്നായിരുന്നു മാർട്ടിന്റെ ആവശ്യം. കാരണം കേസിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട്. വിവിധ പ്രതികൾ ഈ കേസിലുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇത് വാദം കേട്ട് കേസ് പൂർത്തീകരിക്കുന്നത് നീതിയുടെ നിഷേധമാകും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മാർട്ടിൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ അവസരത്തിലാണ് കോടതിയുടെ വലിയ തോതിലുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വിചാരണ വൈകിപ്പിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുന്നത് എന്ന് കോടതി ചോദിച്ചു. ചാക്കിലെ പൂച്ച പുറത്തിയാടിയിരിക്കുകയാണ് എന്ന് കോടതി വാക്കാൽ പരാമർശം നടത്തുകയും ചെയ്തു. പ്രതിയുടെ ആവശ്യം കോടതി തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ശരത്ത്, ശ്രീനാഥാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ വൈകിപ്പിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുന്നുവെന്ന വിമർശനമാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. സമയപരിധി വെച്ചത് പിൻവലിക്കണം എന്ന ആവശ്യമാണ് രണ്ടാം പ്രതി വെച്ചത്. പക്ഷേ ആ ആവശ്യം കോടതി തള്ളുകയായിരുന്നു.